നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നത് പോലെ പ്യാസ സാൻ പിയത്രോ ഇപ്പോഴും ജനസാഗരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ട് വിഭാഗത്തിലുള്ള ജനങ്ങളെ കാണാം. ഇന്നലെ പാതിരാവിലും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയിട്ട് അത് സാധിക്കാതെ പോയവരുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് പ്യാസയിലേക്ക്. ഏതായിരുന്നാലും ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കാനുള്ളത്, സാധാരണ രീതിയിൽ ആദ്യത്തെ അനൗൺസ്മെന്റ് അനുസരിച്ച് രാത്രി 12 മണി വരെയായിരുന്നു പൊതുജനത്തിനുള്ള ദർശനം പറഞ്ഞിരുന്നത്. പക്ഷേ ജനങ്ങളുടെ അമിതമായ ഒഴുക്ക് കാരണം ആ തീരുമാനത്തിൽ മാറ്റം വരുത്തി. അത് വെളുപ്പിന് 3 മണി വരെയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് വീണ്ടും 5-5:30 മണി വരെ ഈ പൊതുദർശനം മുന്നോട്ട് പോവുകയും കൂടുതൽ ജനങ്ങൾക്ക് മാർപ്പാപ്പയെ കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു. യാത്ര ഇപ്പോഴും വളരെയധികം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും പല സെക്ഷനുകളായി തിരിച്ച് സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെയാണ് ജനത്തെ ഇവിടേക്ക് കയറ്റിവിടുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, ഒരുപക്ഷെ ആളുകൾ കൂടുവാണെങ്കിൽ വത്തിക്കാൻ സമയം നീട്ടി നൽകാൻ സാധ്യതയുണ്ടെന്ന് അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു അല്ലേ? പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും പറഞ്ഞത്. ഇന്ന് രാത്രി എത്ര മണി വരെയാണ്? അർദ്ധരാത്രി വരെ തന്നെയാണ് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവര് ഒഫീഷ്യലി എഴുതി വെച്ചിരിക്കുന്നത് ഇന്നലെ ഇതിക്ക് മുമ്പ് അനൗൺസ് ചെയ്ത പോലെ തന്നെ 12 മണി വരെയാണ്. പക്ഷെ ഇന്നും തീർച്ചയായും ആ സമയം നീട്ടി കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അതുപോലെ ജനം ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് ലഭിച്ച അറിവനുസരിച്ച് ഏകദേശം 100,000 ജനങ്ങളാണ് ഇന്നലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് മൊത്തത്തിൽ. അതായത് 100,000-ലധികം ജനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബോഡി ആ സമയം മുതൽ ഒഫീഷ്യലി ബസിലിക്കയുടെ അകത്ത് പ്രവേശിച്ചതാണ് ഉദ്ദേശിക്കുന്നത്. 100,000-ലധികം പേര് ഈ വത്തിക്കാനിൽ 4-5 മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നത് കാണാൻ ഈ ജനങ്ങൾ നിൽക്കുന്നത് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. മണിക്കൂറുകൾ 4-5 മണിക്കൂറുകൾ തന്നെ നിന്നവർ തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നലത്തെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പം അത് ദീർഘമായ സമയം അവിടെ വഴിയരികിൽ നിന്ന് കഴിഞ്ഞപ്പോ അപ്പം ഞാനൊരു വ്യക്തിയോട് ചോദിച്ചു, ഇത്രയും നേരം കാത്തിരുന്ന് എങ്ങനെയാണ് മണിക്കൂറുകൾ കാത്തിരുന്ന് ക്ഷമയോടുകൂടി പാപ്പയെ കാണാനായിട്ടുള്ള പ്രേരണ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കാത്തിരുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് സമയം ചെലവഴിച്ച് തന്റെ ആരോഗ്യം പോലും നോക്കാതെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊറോണ കാലഘട്ടത്ത് പോലും മാസ്ക് ധരിക്കാതെ വന്ന ഒരു മാർപ്പാപ്പയായിരുന്നു. അപ്പോൾ ആ പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെറിയൊരു ത്യാഗം സഹിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചത്. അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചു. തീർച്ചയായിട്ടും അച്ഛാ, മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മെത്രാന്മാര് അവിടെ എത്തിയോ? ആരെങ്കിലേക്കും അച്ഛന് കാണാൻ സാധിച്ചോ? നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ ഇതുവരെയും വ്യക്തിപരമായിട്ട് ആരെയും കണ്ടിട്ടില്ല. നമ്മള് മാധ്യമങ്ങളുടെ അറിഞ്ഞതനുസരിച്ച് അഭിമന്യ സീറോ മലബാർ സഭയുടെ തലവനായ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും അതോടൊപ്പം തന്നെ സീറോ മലങ്കര സഭയുടെ തലവനായ ക്ലീമീസ് പിതാവും ഒക്കെ അവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അറിവും മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് ഇതുവരെയും ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ വെളുപ്പിന് 2 മണിക്കാണ് ഉറങ്ങിയത്. കാലത്ത് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി. എന്റെ അന്വേഷണത്തിൽ ഇവിടെ ആരെയും ഇതുവരെയും പിതാക്കന്മാരെ കണ്ടിട്ടില്ല. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൊതുദർശനത്തിന് വെച്ചത് മുതൽ ഇതുവരെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലൈവ് തന്നെയായിരുന്നു വത്തിക്കാൻ TV ഫുൾ ടൈം. പൊതുജനത്തിന്റെ ദർശനത്തിന് ശേഷവും ലൈവ്. അപ്പൊ ആ ബോഡി അവിടെ നിന്ന് ഇതുവരെ അനക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ബോഡി പൊതുദർശനത്തിന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ അത് പിന്നെ അതിനുശേഷം പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ സെറമണി ഉള്ളത് ക്ലോസിംഗ് ഓഫ് ദ കോഫിനാണ്. അത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പ്രാർത്ഥന ശുശ്രൂഷയോടുകൂടി ആ കോഫിൻ അടയ്ക്കും. പിന്നീട് ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം നമുക്ക് ദൃശ്യമായ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതാണ് പിന്നീട് അവശേഷിക്കുന്ന മൃതസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ശനിയാഴ്ച പിന്നീട് അത് വീണ്ടും പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരിക്കും. ഈ രാത്രി 8 മണിക്കാണ് വത്തിക്കാൻ സമയം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയം രാത്രി ഒരു 11:30 ആയിരിക്കും അല്ലേ? അതെ, നമ്മൾ തമ്മിൽ 3.5 മണിക്കൂറാണല്ലോ വ്യത്യാസം വരുന്നത്. മറ്റൊരു കാര്യം, ഈ മേരി മെജോറെ ബസിലിക്ക, അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കാൻ പോകുന്നത്.
അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അച്ഛൻ അവിടേക്ക് പോകാൻ സാധിച്ചായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും അത് തരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും തരാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നല്ലോ, ഒരു മേരി മജോറൽ ബസലിക്കയുടെ ഫ്രാൻസിസ് പിതാവിന്റെ മൃതസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്ററി പോലെ ചെറിയൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അവിടുത്തെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മൃതസംസ്കാര ചടങ്ങുകളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന ബസിലിക്കയുടെ അകത്തുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും അവിടേക്ക് ബസിലിക്കയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ജനത്തിന് ഇതുവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് അനുമതികളൊന്നും നിഷേധിച്ചിട്ടില്ല. അതും പതിവുപോലെ മറു സൈഡിലൂടെ നടക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. കർദിനാൾ സംഘത്തിന്റെ മീറ്റിംഗ്, രണ്ടാം പൊതുസമ്മേളനം ഇന്നലെ രാത്രി നടന്നിരുന്നു. വൈകുന്നേരം വത്തിക്കാൻ സമയം 5 മണിക്ക് നടന്നിരുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അത് അതെ, അതായത് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പുതിയ സിനഡൽ ഹാളിൽ വെച്ചിട്ടാണ് ഈ കർദിനാൾമാരുടെ കോൺഗ്രിഗേഷൻ പ്രത്യേകമായിട്ട് ഒന്നിച്ച് മീറ്റിംഗ് കൂടിയത്. ആ മീറ്റിംഗില് 103 കർദിനാൾമാരാണ് പങ്കെടുത്തത്. അപ്പം ഈ മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ മീറ്റിംഗിൽ എല്ലാ കർദിനാൾമാരും പ്രത്യേകമായി ഓത്ത് എടുക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. അതനുസരിച്ച് ഓത്തെടുക്കാത്ത മറ്റെല്ലാ കർദിനാൾമാരും അന്നേ ദിവസം ഒന്നിച്ചുകൂടി ഓത്തെടുത്തിരുന്നു. പുതിയ സിനഡൽ ഹാളിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടന്നത്. അതിനുശേഷം ആ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ആരംഭിച്ചത്. വിയനി സാങ്ക്തോ സ്പിരിറ്റൂസ്, അതായത് പരിശുദ്ധാത്മാവെ വന്നാലും എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആ മീറ്റിംഗ് നടന്നത്. അതിനുശേഷം പ്രത്യേകമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ദിവംഗതനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പ്രാർത്ഥന അവർ നടത്തിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടിയാണ് ഈ കർദിനാൾമാരുടെ മീറ്റിംഗ് എല്ലാം അവസാനിച്ചത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 9 മണിയോടുകൂടി ആ മീറ്റിംഗ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. വത്തിക്കാനില് ആ മീറ്റിംഗ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഡിജോ ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി. മേരി മജോറ ബസിലിക്കയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരു അപ്ഡേറ്റ് തരാനുള്ളത്, മേരി മജോറ ബസിലിക്കയിൽ ഇന്നു മുതൽ രാത്രി 9 മണിക്ക് ഫ്രാൻസിസ് പിതാവിന്റെ മൃതസംസ്കാര ചടങ്ങുകൾ തീരുന്നത് വരെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പ്രത്യേകമായ ജപമാല പ്രാർത്ഥന നടക്കുന്നതാണ്. പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന നടത്തുന്ന ജപമാല എല്ലാ ദിവസവും 9 മണിക്ക് ഉണ്ടായിരിക്കും. ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ആ മീറ്റിംഗ് കർദിനാൾമാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അച്ഛാ, മറ്റൊരു കാര്യം, 9 ദിവസത്തെ ദുഃഖാചരണം ഇന്നലെ കർദിനാൾമാരുടെ സംഘത്തിൽ ആ ഒരു മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു. അതെ, അത് അറിയപ്പെടുന്ന നൊവാന്താലീസ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ്, ചടങ്ങാണ്. അതായത് തിരുസഭയുടെ പരമ്പരാഗതമായ കസ്റ്റം അനുസരിച്ച്, പതിവനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് മാർപ്പാപ്പന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂണറൽ നടക്കുന്ന ദിവസത്തോടുകൂടി 9 ദിവസം തുടർച്ചയായിട്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്ന രീതിയെയാണ് നൊവാന്തലീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഫ്യൂണറൽ നടക്കുന്ന ആ ദിവസത്തെ 1-ാമത്തെ ദിവസമായിട്ട് കണക്കുകൂട്ടുകയും തുടർന്ന് വരുന്ന എല്ലാ ദിവസവും പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടിയും പിതാവിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും തുടർച്ചയായി 9 ദിവസവും ദിവ്യബലി അർപ്പിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും നടക്കുക. പക്ഷേ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനുള്ളവരുടെ എല്ലാവർക്കും അത് തുറന്നിട്ടിരിക്കുകയാണ്, പൊതുജനത്തിൽ പങ്കെടുക്കുക. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ആ ബലിയിൽ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് നടക്കുന്ന ബലിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വത്തിക്കാനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കർദിനാളും ആർച്ച് ബിഷപ്സും മിത്രന്മാരും വത്തിക്ക ക്യൂരിയും ഡെക്കാസ്ട്രി മെമ്പേഴ്സും അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ പരിഗണന. പൊതുജനങ്ങളായാലും സെലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കും അതിൽ പങ്കെടുക്കുന്നത്. അതിനെയാണ് നൊവാന്തലിസ് എന്ന് പറയുന്നത്. അച്ഛാ, മറ്റൊരു കാര്യം, പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു കൺസിസ്റ്ററി അത് കൂടുവാൻ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോ അത് എന്നായിരിക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും വത്തിക്കാനിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ്
മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിലേക്കാണ്. അതുകൊണ്ട് കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഒഫീഷ്യലി ഔദ്യോഗികമായി തീർച്ചയായിട്ടും പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോഴത്തെ എല്ലാ പരിഗണനയും ആ ദുഃഖാർത്ഥമായിരിക്കുന്ന സാഹചര്യത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾക്ക് തന്നെയാണ് ഫോക്കസ്.